SFIO അന്വേഷണത്തിൽ നിന്നും തുടങ്ങി ED അന്വേഷണങ്ങളിലേക്കും മറ്റ് കണ്ടെത്തലുകളിലേക്കും എത്തിയപ്പോൾ മാസപ്പടി കേസിൽ പുറത്തു വന്ന വിവരങ്ങളെല്ലാം നമ്മളെ ഞെട്ടിച്ചതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേവലം ഒരു വാർത്തയെക്കുറിച്ചല്ല, ഈ പ്രചരിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചും അതിലെ രേഖകളെക്കുറിച്ചും കൃത്യമായ വസ്തുതകളെക്കുറിച്ചുമാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം വേണ്ടേ? നമുക്ക് കഥയുടെ ആദ്യത്തെ ആളുകളിലേക്ക് പോകാം. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത എക്സലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനി കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക് കമ്പനിക്കായി നൽകിയ തുക എത്രയാണെന്നറിയാമോ? 5 ലക്ഷം മാസാമാസവും 3 ലക്ഷം വേറെയും ചേർത്ത് അങ്ങനെ ഏകദേശം 1.25 കോടിയോളം രൂപയാണ്. എന്നാൽ കഥ ഇവിടെ തീർന്നില്ല. ആദായ നികുതി വകുപ്പും അഥവാ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡും പിന്നീട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയവും അഥവാ MCAയും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചില രേഖകളൊക്കെ പുറത്തു വന്നത്. ഈ പറയുന്ന എക്സാലോജിക് കമ്പനി CMRL എന്ത് IT സേവനമാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ ഇൻവോയ്സുകളും പണമിടപാട് രേഖകളും അല്ലാതെ ഇവർ തമ്മിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചതിനോ IT സപ്പോർട്ട് നൽകിയതിനോ അതൊന്നുമുള്ള കൃത്യമായ തെളിവുകളോ രേഖകളോ ഒന്നുമില്ലെന്ന് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് നിരീക്ഷിക്കുകയുണ്ടായി. ഒരു പ്രൊജക്ട് റിപ്പോർട്ടില്ല, മീറ്റിംഗ് മിനിറ്റ്സ് ഇല്ല, ചുരുക്കി പറഞ്ഞ ഒരു സേവനവും നൽകാതെയാണ് CMRL മാസം തോറും ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തത് എന്ന ആരോപണമാണ് ഉയർന്നു വന്നത്. കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾ നിയമസഭയിൽ പോലും വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. CMRL എന്തുകൊണ്ട് ഈ പണം കൊടുത്തു? ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിലും ഭീകരമാണ്. ഇൻകം ടാക്സ് വകുപ്പ് CMRL കമ്പനിയിൽ നടത്തിയത് സാധാരണ പരിശോധനയൊന്നും ആയിരുന്നില്ല. അവിടെ കണ്ടെത്തിയ രേഖകളിൽ വൻതോതിലുള്ള പണമിടപാടുകളുടെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. CMRL കമ്പനി കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയ വ്യാജ ചിലവുകളെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തി. കള്ളക്കണക്കുകൾ ഉണ്ടാക്കി മാറ്റിവെച്ച കോടിക്കണക്കിന് രൂപയുടെ അവിഹിത പണം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപണമുയർന്നു. CMRL കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്ത അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ വിവരങ്ങൾ വലിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഒരു സേവനവും നൽകാതെ ഉയർന്ന തുകകൾ കൈമാറ്റം ചെയ്യപ്പെട്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ കാണും എന്നാണ് അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. 50 രൂപ പോലും അനാവശ്യമായി കൊടുക്കാത്ത വൻകിട കമ്പനികൾ ഇത്തരം തുകകൾ കൈമാറിയതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ഇതിനെ മാധ്യമ സൃഷ്ടി എന്നും രാഷ്ട്രീയ വേട്ടയാടൽ എന്നും പറഞ്ഞ് ന്യായീകരിച്ചാലും കണക്കുകളിലെ കള്ളത്തരങ്ങൾ അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോകില്ല. അന്വേഷണം മുറുകിയപ്പോൾ രക്ഷപ്പെടാൻ നോക്കിയ വഴികൾ ഓരോന്നോരോന്നായി അടയുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണത്തിന് പിന്നാലെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ രംഗത്തിറക്കി. SFIO അന്വേഷണം തടയാൻ എക്സലോജിക് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. റോഗ് അന്വേഷണം നടക്കുമ്പോൾ SFIO പാടില്ല എന്നൊക്കെയുള്ള സാങ്കേതിക ന്യായങ്ങൾ നിരത്തി. എന്നാൽ കോടതി എന്താണ് ചെയ്തത് എന്നറിയാമോ? എക്സലോജിക്കിന്റെ ഹർജി തള്ളി. പൊതു താൽപര്യം മുൻനിർത്തി കേന്ദ്രത്തിന് നിർണായക അന്വേഷണ ഏജൻസികളെ വെക്കാമെന്നും കമ്പനി രേഖകളിൽ ദുരൂഹതയുണ്ടെന്നും കോടതി വിലയിരുത്തി. കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെക്കാനും സാങ്കേതികമായി തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമങ്ങൾ നടന്നുവെങ്കിലും അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്തു. ഇനിയിപ്പോൾ കാര്യങ്ങൾ ഏറ്റവും ഗുരുതരമായ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. CMRL എക്സാലോജിക് കേസിൽ തുക കേവലം 2.78 കോടിയിൽ ഒതുങ്ങില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചന നൽകുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അഥവാ PMLA പ്രകാരം കേസെടുത്ത ED വലിയ തോതിലുള്ള അന്വേഷണങ്ങളാണ് നടത്തുന്നത്. അന്വേഷണത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട അനവധി കയ്യെഴുത്ത് പ്രതികളും ഡയറികളും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. വിദേശത്തേക്ക് ഹവാല മാർഗത്തിലൂടെ സാമ്പത്തിക കൈമാറ്റം നടന്നുവെന്ന ആരോപണങ്ങളും വിദേശ അക്കൗണ്ട് രേഖകളും ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. വ്യാജ സിം കാർഡുകളും അജ്ഞാത നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് നടത്തിയ ആശയവിനിമയങ്ങൾ ED പരിശോധിക്കുന്നുണ്ട്. PMLA നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ കൃത്യമായ സാമ്പത്തിക ഉറവിടം കാണിച്ച് തങ്ങൾ കുറ്റക്കാരല്ലെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രതിഭാഗത്തിനാണുള്ളത്. ഞാൻ പണം വാങ്ങി, പക്ഷെ അത് IT സേവനത്തിനാണ് എന്ന് തെളിയിക്കാനായിട്ടില്ല എങ്കിൽ അത് നിയമത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കും. ഈ കേസ് പുറത്തു വന്നത് മുതൽ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാദമുണ്ട്. പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും കിട്ടാത്തത് കൊണ്ട് കുടുംബത്തെ വേട്ടയാടുന്നു എന്ന്. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും അന്വേഷണ ഏജൻസികളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ നമ്മൾ കണ്ടതാണ്. ഡയറിയിൽ പണം നൽകിയ പ്രമുഖരുടെ പേരുകൾ ചുരുക്കെഴുത്തിൽ രേഖപ്പെടുത്തിയത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളും സൃഷ്ടിച്ചിരുന്നു.
നേതാക്കളുടെ പേരുകൾക്കൊപ്പം ചേർക്കപ്പെട്ട നിഗൂഢമായ അക്ഷരങ്ങൾ ആരെ സൂചിപ്പിക്കുന്നു എന്നത് രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനപ്പെട്ട വിഷയമായി മാറിയിരുന്നു. അധികാര സ്രോതസ്സുകൾ ഉപയോഗിച്ച് കരിമണൽ കമ്പനിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തോ അതോ ഇല്ലയോ എന്ന കാര്യം അന്വേഷണ ഏജൻസികളാണ് ഇനി ഔദ്യോഗികമായി പുറത്തുവിടേണ്ടത്. ഈ ഒരു വിഷയത്തെ നമ്മൾ തികച്ചും നിഷ്പക്ഷമായി വിശകലനം ചെയ്താൽ വ്യക്തമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നിയമപരമായിട്ടുള്ള വശം തന്നെ നമുക്ക് ആദ്യം നോക്കാം. കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകളും ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലുകളും EDയുടെ അന്വേഷണവും ചേർത്ത് വായിക്കുമ്പോൾ കേസിന് വലിയ ഗൗരവമുണ്ട്. രാഷ്ട്രീയപരമായ വശം നോക്കുകയാണെങ്കിലോ, കൈകൾ ശുദ്ധമാണ് എത്ര തവണ പ്രസംഗിച്ചിട്ടും കോടികളുടെ ഇടപാടിന് കൃത്യമായ മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഭരണപക്ഷം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇനി ധാർമ്മിക വശം നോക്കിയാൽ പൊതുരംഗത്ത് നിൽക്കുന്നവർ സാമ്പത്തിക സുതാര്യത പുലർത്തണമെന്നത് ജനങ്ങളുടെ ആവശ്യമാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോകുമെന്ന് പറയുമ്പോഴും ഈ കേസ് ഉയർത്തുന്ന ചോദ്യങ്ങൾ വളരെ വലുതാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. അല്ലാതെ ഇതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇവരെല്ലാം വമ്പന്മാരാണല്ലോ. ഇവർക്ക് ആരെ സ്വാധീനിക്കാം, ആരെ വിമർശിക്കാം, ആരുടെ മേൽ പഴിചാരാം എന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഏകദേശം വീണ അകത്താകും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. പിണറായി വിജയന് വീണ തൻ്റെ മകളാണെന്ന് പറയാൻ മടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്നത് കണ്ടു തന്നെ അറിയണം. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.